പണ്ടുള്ളവർ ഒരു കള്ളന്റെ കഥ പറയാറുണ്ട്. മോഷ്ടിക്കാൻ ഇറങ്ങിയ കള്ളൻ ആളുകൾ കൂടിയപ്പോൾ കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞ് അലമുറയിട്ട് നടന്ന കഥ. ആ ഒരു കഥയാണ് ഈ ഒരു സുഹൃത്തിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്. ഇദ്ദേഹം എന്താണ് ചെയ്തത്? ഒരു ദുർബലമായ കഥ കൊണ്ടുവന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയും പറ്റിക്കുകയും ചെയ്തു. എന്തിനാണ് ആ കഥ കൊണ്ടുവന്നത്? അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനും സഹായം തേടാനും. നഊദു ബില്ലാ. എന്നിട്ട് അയാൾ ചെയ്തത് എന്താണ്? അതിൻ്റെ സനത് മറച്ചു വെച്ചുകൊണ്ടാണ് ജനങ്ങളെ കബളിപ്പിച്ചത്. മാത്രവുമല്ല, ഇത് സലഫിന്റെ സമീപനമാണ്, ഈ വിഷയത്തിൽ സലഫിന്റെ മാതൃകയുണ്ട് എന്ന് പറഞ്ഞ് മറ്റൊരു കളവും പറഞ്ഞു. ഞാൻ ഇയാളോട് ചോദിച്ചു, നിങ്ങൾ പിൻപറ്റുന്ന മദ്ഹബിന്റെ ഇമാമായ മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയെങ്കിലും നിങ്ങൾ ഈ വാദിക്കുന്ന, നിങ്ങൾ ഈ പറയുന്ന കാര്യം അവിടുത്തെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ചെയ്തതായി നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുമോ? സലഫിന്റെ കാര്യമാണല്ലോ പറയുന്നത്. ഇതുവരെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മറ്റൊരു പ്രഗത്ഭനായ ഇമാമായ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി ഈ വിഷയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചു. ഇതുവരെ കാമായെന്ന് അതിനെ സംബന്ധിച്ച് മിണ്ടാൻ ഇയാൾക്ക് കഴിഞ്ഞില്ല. അപ്പൊ ഞാൻ ഇയാളോട് പറയാണ്, ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടും ഇത് കണ്ടുപിടിക്കാനും ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും വേണ്ടി വന്ന എൻ്റെ മേൽ നിങ്ങൾ തിരിച്ച് കളവ് ആരോപിക്കുന്ന വിരോധാഭാസമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ കള്ളന്റെ കഥ നിങ്ങൾക്ക് 100% ഫിറ്റാണ് സുഹൃത്തെ, നിങ്ങൾ ചിന്തിക്കുക. ഇനി ഞാൻ അവസാനമായി നിങ്ങളോട് പറയാണ്, എനിക്ക് വേറൊന്നും അറിയേണ്ടതില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ രത്നച്ചുരുക്കം ഇതാണ്. ഷബീബിന്റെ ഹദീസ് സ്വീകരിക്കണമെങ്കിൽ മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ആ ഹദീസ് സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അത് ഇന്നേ വരെ നിങ്ങൾക്ക് ഇവിടെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവസാനമായി ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് തെളിയിക്കുക. അത് തെളിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് ഞാൻ തുറന്ന് ജനങ്ങളോട് പറയും. തെളിയിക്കാത്ത കാലമത്രയും നിങ്ങൾ കളവ് തന്നെയായിരിക്കും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ കബളിപ്പിക്കൽ മാത്രമാണ് ചെയ്യുന്നത് എന്ന് വീണ്ടും എനിക്ക് പറയേണ്ടി വരും. അതെന്താണ്? ഷബീബിൽ നിന്ന് മകൻ അഹ്മദ് നിരുപാധികം ഉദ്ധരിച്ചാൽ പോര സുഹൃത്തെ, മറിച്ച് ഏറ്റവും പ്രധാനമായ ഉപാധി പണ്ഡിതന്മാർ മുന്നോട്ട് വെച്ചത് യൂനിസിന്റെ ഹദീസായിരിക്കണം ഉദ്ധരിക്കേണ്ടത്. അപ്പോ ഷബീബ് യൂനിസിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യണം. ആ നുസ്ഖയുണ്ട്, അതാണ് മുസ്തഖീമത്തായ നുസ്ഖ. അതിൽ നിന്നായിരിക്കണം ഉദ്ധരിക്കേണ്ടത്. അപ്പോ അഹ്മദ് പിതാവായ ഷബീബിൽ നിന്ന് ഉദ്ധരിക്കുമ്പോൾ ഷബീബ് യൂനിസിൽ നിന്നായിരിക്കണം ഉദ്ധരിക്കേണ്ടത്. ആ നിലക്കുള്ള യൂനിസിൽ നിന്ന് ഉദ്ധരിച്ച ഒരു റിപ്പോർട്ട്, നിങ്ങൾ ഈ കൊണ്ടുവന്ന കഥയുമായി ബന്ധപ്പെട്ട ഒരു സനദ് നിങ്ങളിവിടെ കാണിച്ചാൽ അതോടുകൂടെ ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. നിങ്ങൾ പറയുന്നത് സത്യമാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താനും കഴിയും. ആ വെല്ലുവിളി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് സ്വീകരിക്കാതെ നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും ഒരിക്കലും അത് സ്വീകാര്യമല്ല. മുസ്ലിമീങ്ങൾക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. നിങ്ങൾ കൊണ്ടുവന്നത് ദുർബലം മാത്രമാണ് എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് യൂനിസിന്റെ ഹദീസ് ഉണ്ടെങ്കിൽ, അതായത് യൂനിസിന്റെ ഹദീസ് പിതാവിൽ നിന്ന് അഹ്മദ് ഉദ്ധരിക്കണം. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് അവസാനമായി ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. വേറെ ഒന്നും കേൾക്കേണ്ടതില്ല.